ഇന്നത്തെ വിശേഷത്തിൽ നമുക്ക് മീൻ കിട്ടിയിരിക്കുന്നത് ചുവന്ന കോര അല്ലെങ്കിൽ കിളിയ മീൻ എന്നൊക്കെ പറയത്തില്ലേ. അത് ചെറുതാണ്, രണ്ടായിട്ട് മുറിക്കാൻ പോലും ഇല്ല. അപ്പം അത് ഞാൻ പറ്റിച്ചു, മാങ്ങയൊക്കെ ഇട്ട് പറ്റിച്ച്. രാവിലെ ചപ്പാത്തിയും മുട്ടക്കറിയായിരുന്നു. മുട്ടക്കറിയുടെ മുട്ടയില്ല, ഞങ്ങൾ 3 പേരും മുട്ട കഴിച്ചു. പിന്നെ അതിൻ്റെ അരപ്പിച്ചിരിപ്പുണ്ട്. പിന്നെ ചക്ക വേവിച്ചത്. ചക്ക ഇത് ഫ്രീസറിലെടുത്ത് വെച്ചിരുന്നു കേട്ടോ. അപ്പം എടുത്തപ്പോഴത്തേക്ക് അങ്ങ് വെള്ളം പിടിച്ചിട്ട് പിഴിഞ്ഞെടുക്കാൻ പറ്റുന്ന രീതിയിലായിപ്പോയി ആ ചക്ക. കവറിനകത്താക്കി വെച്ചിരുന്നായിരുന്നു. അപ്പം വെള്ളം പിടിച്ചാന്ന് തോന്നുന്നു. അപ്പം ഒരു ഭംഗിയില്ലാതിരിക്കുന്നത്. ചുമന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അത് കാന്താരി തന്നെയാണ് അരച്ചേക്കുന്നത്. പക്ഷേ കാന്താരിയെല്ലാം പഴുത്ത കാന്താരിയായിരുന്നു, അത് അങ്ങനെ ഇരിക്കുന്നത്. പിന്നെ പയർ, നീളമുള്ള പയർ, പച്ചിങ്ങപ്പയർ മെഴുക്ക് പുരട്ടി വെച്ചിട്ടുണ്ട്. പിന്നെ അപ്പുറത്തുനിന്ന് പപ്പടം തന്നു. പിന്നെ മത്തങ്ങ കറി, മത്തങ്ങയും ക്യാരറ്റ് രണ്ടൊക്കെ ഇട്ടിട്ട് എല്ലാം കൂടെ മിക്സ് ചെയ്തൊരു കറിയും. പിന്നെ പയർ തോരനും തന്നു അപ്പുറത്ത്. ഞാൻ അപ്പുറത്ത് കറി കൊണ്ട് കൊടുത്തു. തൈര് കുറച്ചേ ഉള്ളൂ, അതുകൊണ്ട് കാച്ചിട്ടില്ല. ഇച്ചിരി വേണം പച്ചക്ക് എടുക്കാൻ പറ്റും. പിന്നെ ബാക്കി ഒഴിക്കാമെന്ന് പറഞ്ഞ് വെച്ചിരിക്കുക. പിന്നെ നാളെ ഇഡലിയും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് വെള്ളത്തിൽ ഇട്ടേക്കണം. അരിയും ഉഴുന്നും ഉലുവയും കൂടെ വെള്ളത്തിൽ ഇട്ടേക്കും, വേറെ ഇട്ടേക്കും കേട്ടോ. പിന്നെ നമ്മുടെ പൂജയ്ക്കകത്ത് വെള്ളമാണ് ഇടയ്ക്കിടയ്ക്ക് കുടിക്കുന്നത്, നല്ല തണുപ്പുണ്ട് ഇപ്പോഴും. പിന്നെ വഴുതനങ്ങയാണ്. ഇത് ഞങ്ങൾ പാല് വാങ്ങിക്കുന്ന വീട്ടിലെ ചേച്ചി തന്ന കേട്ടോ. പയറും ആ ചേച്ചി തന്ന പയറും മെഴുക്കോട്ട് വെച്ച്. ഇതിൻ്റെ ചേട്ടന് ഈ വഴുതനങ്ങ ഇഷ്ടമല്ലാത്തതുകൊണ്ട് അതിൻ്റെ കൂടെ ഇട്ടില്ല. ഇനി ഇത് ഫ്രൈ ചെയ്ത പോലെ ആക്കി. അമ്മൂന് ഇഷ്ടമാണ്, അതിങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞിരിക്കുക. നമ്മൾ ഇന്നലെ മുളക് ഉണക്കിയതല്ലേ പൊടിപ്പിച്ച്, നല്ല കളറല്ലേ പൊടിപ്പിച്ച്. രണ്ടും വേറെ പൊടിച്ചു കേട്ടോ. അതിനും രണ്ടും ഒരുപോലെ ഇരിക്കുന്നു, രണ്ടും നല്ല കളറ്. അമ്മുക്കുട്ടി അവിടെ ഇരുന്ന് പഠിക്കുന്നു. മാത്സിൻ്റെ 2 ഹോംവർക്കൊക്കെ കൊടുത്തിട്ടുണ്ട് ട്യൂഷനിൽ. അപ്പം പഠിക്കുന്ന അവിടെ ഇരുന്ന്. എന്തോ അമ്മു അവിടെ നിന്ന് പഠിക്കുന്നതിന് വേണ്ടൊക്കെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ. ഇന്ന് വെയിലൊന്നുമില്ല കേട്ടോ. ഇന്ന് രാവിലെ ഒരു മഴ, രാവിലെ എണീച്ചപ്പോൾ ഒരു 7 മണിയായപ്പോൾ ഒരു അരമണിക്കൂർ നല്ലൊരു മഴയായിരുന്നു. പിന്നെ ഇപ്പം തെളിഞ്ഞ് മഴയില്ലെന്ന് മാത്രമേ ഉള്ളൂ, പക്ഷേ വെയിലൊന്നുമില്ല. തുണിയൊക്കെ കഴുകിയിട്ടേക്കുന്നു. പിന്നെ ചേച്ചിയൊക്കെ വരുമെന്ന് പറഞ്ഞു വൈകുന്നേരം. ഒത്തിരി നാളെ അവർ വന്നിട്ടിപ്പം വൈകിട്ട് വരുമെന്ന് പറഞ്ഞു കേട്ടോ. ചേച്ചിയും ചേട്ടനും മോളും കൂടെ. പല്ലനെ അവരുടെ വീട്. അപ്പം ഇതൊക്കെയാണ് നമ്മുടെ ഉച്ചവരെയുള്ള വിശേഷങ്ങൾ. ചേട്ടൻ ഇന്നലെ നൈറ്റായിരുന്നു എന്നിട്ട് എന്തോ ഓൺലൈൻ ക്ലാസ് എന്തോ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് പോയി, വന്നിട്ടിപ്പോൾ ഇവിടെ ഇല്ല. ഇതൊക്കെയാണ് നമ്മുടെ ഉച്ചവരെയുള്ള വിശേഷങ്ങൾ.